بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد قاعدة إذن قاعدة قال الشافعي رضي الله عنه إمام شافعي തങ്ങൾ പറഞ്ഞു أصل من بنى عليه الإقرار ഒന്നിന്റെ അസില് എങ്ങനത്തെ അസില് ഇമ്പനാലിഹി അതിന്റെ മേൽ പിറവിയെടുത്തു അൽ ഇഖ്റാറു സമ്മതിക്കല്. അങ്ങനെ സമ്മതിക്കൽ പിറവിയെടുത്ത ഒന്നിന്റെ അസിൽ എന്താ? അന്യ നിശ്ചയമായിട്ട് ഞാൻ അഅ്മലുൽ യഖീന ഞാൻ ഉറപ്പുള്ള കാര്യം എന്താണോ അത് ഞാൻ ചെയ്യും. വഅത്റബു ശക്ക സംശയമുള്ളതോ അത് ഞാൻ ഉപേക്ഷിക്കും. വല അസ്തവിൽ വലബ മികച്ചു നിൽക്കണ ഞാൻ ഉപയോഗിക്കൂല. സംശയത്തിനേക്കാൾ അള്ളലിനേക്കാൾ മികച്ചൊരു അത് ഞാൻ ഉപയോഗിക്കൂല. സംശയം കളയും, യഖീൻ ഞാൻ എടുക്കും എന്നൊരു ഇഖ്റാറ് പിറവിയെടുക്കുന്ന രസമുണ്ട്. വഹാദിഹി ഇത് ഖായിദത്തും മുത്തരിദത്തും ഇന്ദൽ അസ്ഹാബി അസ്ഹാബിന്റെ അടുക്കൽ മുത്തരിതായി നിയമാനുസൃതമായി വരുന്ന നിയമമാണിത്. മർജിഉഹ ഈ ഖായിദയുടെ മടക്കം ഇല അന്നൽ അസ്ല ബറാഅത്തു ദിമ്മത്തി അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്വം ഒഴിവായി കിട്ടുക എന്നുള്ളതാണല്ലോ. അതിലേക്കാണ് ഈ ഖായിദയുടെ മടക്കം. ഇതുപോലെ ഖൗലിഹി ഫുഖാഹകൾ പറയും പോലെ ഫീമാലു അഖറ അന്നഹു വഹബഹു മല്ലക്കഹു അവന് ഒരാൾ വശാരമായി കൊടുത്തു, അല്ലെങ്കിൽ ആ വസ്തു അവൻ ഉടമയാക്കി കൊടുത്തു. അങ്ങനത്തെ ഒരു കാര്യത്തിൽ ലം യകും മുഖിറൻ ബിൽ ഖബ്ലി അവനത് പിടിച്ചത് കൊണ്ട് എന്താകൂല, സമ്മതിച്ച ആളായിട്ടില്ല. സമ്മതിച്ചെന്താ കൊടുത്തു എന്നാ, അതിന് ഉടമയാക്കി കൊടുത്തു, വശാരമായി കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ പിടിച്ചും ചെയ്തു. പിടിച്ചതുകൊണ്ട് മുഖിറാവോ ഇല്ല. കാരണം എന്താ? അന്ന റുബ്ബമ ഇഅ്തഖദ അന്നൽ ഹിബത ഹിബത്ത് എന്ന സാധനം ലാ തതവഖഫു അൽ ഖബ്ലി അത് പിടിക്കുക എന്നതിന് തവഖുഫാവൂല എന്നവൻ വിശ്വസിച്ചിട്ടുണ്ടാവും. അസ്ലുൽ ഇഖ്റാറി ഇഖ്റാറിന്റെ അടിസ്ഥാനം എന്താണ്? അൽ ബിനാഉ അലൽ യഖീനി യഖീന്റെ മേൽ എടുക്കലല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ എന്താവും? ഖബ്ലിന്റെ മേൽ തവഖുഫാവൂല എന്ന് വിശ്വസിച്ചാൽ പിന്നെ യഖീൻ എന്താണ്? വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും, വിശ്വസിക്കാന്നല്ലാണ് തവഖുഫാവൂല എന്ന്. അപ്പൊ യഖീന്റെ മേലിലാണ് ഇഖ്റാർ ഉണ്ടാവുന്നത്. അപ്പൊ അവരോട് ഇഖ്റാർ ഉണ്ടായിട്ടില്ലല്ലോ, യഖീനില്ല. അതുകൊണ്ട് തന്നെ വലോ അഖറ ഇനി ഒരു പിതാവ് സമ്മതിക്കുകയാണ് ലിബ്നിഹി അവന്റെ മോനി ബി ഐനിൻ ഒരു തടി കൊണ്ട് ഒരു കുട്ടിക്ക് സമ്മതിച്ചു കൊടുത്തു ഇന്ന സാധനം ഉണ്ട് എന്നാണ്. എന്നാ എന്ത് ചെയ്യും? യുംകിനു തൻസീലുൽ ഇഖ്റാർ എന്നാ പിന്നെ ആ ഇഖ്റാർ ഉണ്ടല്ലോ, ആ ഇഖ്റാർ ഇറക്കൽ സൗകര്യമാണ്. അൽ ബൈ അത് കച്ചവടത്തിനെ മേലാക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. വഹുവ അത് സബബും കവിയും യംനഉ റുജൂഅ ഇനി കൊടുത്ത സാധനത്തിൽ മടങ്ങാൻ പറ്റൂല. ആ മടങ്ങലിനെ തടയുന്ന ശക്തമായ കാരണമായിട്ട് മാറും അത്. കാരണം കൊടുത്തു എന്നുള്ള ഇഖ്റാർ ഉണ്ട് അവിടെ, സമ്മതിച്ചു കുട്ടിക്ക് കൊടുത്തു എന്നുള്ളത്. ആ ഇഖ്റാർ എന്താക്കണം? ബൈഇന്റെ മേലാക്കുക. ബൈ ആണെന്ന് വെച്ചാൽ പിന്നെ എന്തുണ്ടാവില്ല, അവിടെ ഇനി മടങ്ങാൻ പറ്റൂല. വാൽ ഹിബത്തി അല്ല ആ ഇഖ്റാർ ഹിബത്തിന്റെ മേൽ വെക്കുകയാണെങ്കിലോ എന്നാ പിന്നെ വലായ റുജുഅ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങാം, വിറ്റ തളി പറ്റൂല. അങ്ങനെയാണ്. എന്നാ അബു സഈദുൽ ഹർവി അബൂ സഈദുൽ ഹർവി തങ്ങൾ വത്ത് കൊടുത്താൽ എന്താ? ബിസ്ബാത്തി റുജൂഇ ഹിബത്തിന് മേൽ ചുമത്തിയാലും അവിടെ വേണമെങ്കിൽ മടങ്ങാം. ഹിബത്തിന്റെ മേലല്ല, ഇവിടെ ബൈഇന്റെ മേൽ ചുമത്തിയാലും മടങ്ങാം. ആ മടങ്ങാനുള്ള ഇസ്ബാത്ത് ഉണ്ട് എന്നാണ് വത്ത് കൊടുത്തത്. ആദ്യം അങ്ങനെ പറയാൻ കാരണം തൻസീലൻ അലാ അഖലി സബബൈനി രണ്ട് സബബിൽ ഏറ്റവും ചുരുങ്ങിയതോ അതിന്റെ മേലിറക്കി. അദാഫിൽ മിൽക്കൈനി രണ്ടു ഉടമയുണ്ട്, ഒന്ന് ഹിബത്ത് ഒന്ന് ബൈഅ്. ഇതിലേറ്റവും ദുർബലമായതോ അതിന്റെ മേലിറക്കി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അവിടെ എന്തുണ്ട്?
റുജു സ്ഥിരപ്പെട്ടു എന്നോട് പത്ത് കൊടുത്തു. അപ്പൊ അഫ്താബു ആസിമിൽ അബ്ബാദിയും മൂപ്പര് വത്തുവ അബൂ സൈദ് ഹർബിക്കെതിരാണ്. അതിമി അവിടെ ഇസ്ബാത്ത് ഇല്ലെന്നാണ്, അതിന്റെ റുജു ഇല്ലെന്നാണ് പത്ത് കൊടുത്തത്. ആന്താ കാരണം അന്നല്ലത്തിലാണ് അടിസ്ഥാനം പറഞ്ഞാല് ഫഖാവുൽ മിൽക്കിൽ മുഖിറിൽ മുഖറിലഹു ആർക്ക് വേണ്ടി സമ്മതിക്കപ്പെട്ടോ അയാൾക്കാണ് ഉടമപ്പെട്ടത്. അപ്പൊ മകനുള്ളതാണ്, അവന് മടങ്ങാൻ പറ്റൂല എന്നാണ്. എന്നാവ് ഹക്കർ റാഫിഈ അനിൽ മാവറദി വൽ ഖാദി അബി ത്വയ്യിബ്, ഈ രണ്ട് മഹാന്മാരെ തൊട്ട് ഇമാം റാഫി തങ്ങൾ ഉദ്ധരിക്കുന്നത് മുവാഫഖത്ത് അബി സഈദ്, അബി സഈദ് എന്നോട് യോജിച്ചുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. കാല ഇമാം റാഫി തങ്ങൾ പറയാണ് വയുംകിനു അൻ യതവസ്സത, അവിടെ മധ്യമായി നീകരിക്കലും പറ്റുന്ന, മധ്യമാക്കുക, ഇല്ലാന്നും പറയണം ഉണ്ടെന്നും പറയണം, മധ്യമാക്കുക, അത് സൗകര്യപ്പെടുന്നു. അങ്ങനെ അപ്പൊ യുഖാലു പറയപ്പെടാം ഇന്നഖറ ബിന്തിഖാൽ മിൽക്കി മിൻഹു ഇലൽ ഇബ്നി, പിതാവിൽ നിന്ന് അവകാശം, ആ വസ്തുവിന്റെ അവകാശം മകനിലേക്ക് നീങ്ങി എന്നതുകൊണ്ട് പിതാവ് സമ്മതിച്ചാൽ ഫല്ലംറു, അപ്പൊ പിന്നെ കാര്യം പറയാൻ എങ്ങനെ കമാ ഖാൽ ഖാദിയാനി, അബി അബി തയ്യിബും അതുപോലെ തന്നെ അബി സഈദ് എന്നവരും രണ്ട് ഖാദിമാരും പറഞ്ഞതുപോലെയായി. അവ രണ്ട് ഖാദിമാര് പറഞ്ഞതുപോലെ പോവും. കാര്യം അവിടേക്ക് പോയി, മകനിട്ടി പോയി. നഖറബിൽ മിൽക്കിൽ മുത്തലഖ്, മിൽക്കുൽ മുത്തലഖാണ്. പിന്നെന്തല്ല നീങ്ങിയത് മുത്തലഖ് നിൽക്ക് മിൽക്ക് സമ്മതിച്ചു കൊടുത്തുകിടുന്നതാണ്, നീങ്ങിയത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാലോ നാം എന്നോട് സംസാരിക്കണ് കാമാക്കാൽ അബ്ബാദിയോ അബു ആസിമിൽ അബ്ബാദി തങ്ങൾ പറഞ്ഞത് റുജു ഇല്ല എന്നല്ലേ, അതുപോലെ ആയിരിക്കുന്നു. ഇങ്ങനെ മധ്യമായി സ്വീകരിക്കാന്നാണ്. എന്നാൽ വഖാൽ നബവി, ഇതാ റാഫിമാൻ പറഞ്ഞതെങ്കിൽ ഇമാൻ നബവി തങ്ങൾ പറഞ്ഞത് ഫീ ഫത്താവാഹു, തന്റെ ഫത്തുവിൽ പറയുന്നു അൽ അസ്ഹൽ മുഖ്താർ, ബലപ്പെട്ടതും അസക്കുമാരിയതാ ഖൗൽ ഹർവി, ഹർവിയുടെ വാക്കാണ്. മുമ്പ് പറഞ്ഞത് റുജു ഇസ്ബാത്ത് ഉണ്ടെന്നാണ്, അതാണ്. പിന്നെ ഖബൂലു തഫ്സീർ ബിൽ ഹിബ, മുമ്പ് പറഞ്ഞെന്താണ്, അതിന് വ്യാഖ്യാനിക്കൽ ഹിബത്താണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. പിന്നെ റുജു മുത്തലക്കൻ, മുത്തലക്കൻ നൽക്കെന്താണ് മടങ്ങുക, പിന്നെ ഹിബത്താണ് എന്നുള്ള വ്യാഖ്യാനവും സ്വീകരിക്കാം എന്നുള്ളതാണ് ഇവിടെ അസഹും മുഖ്താർ പറയാനുള്ളത് എന്നാ പറഞ്ഞത്. അവ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ അസ്ലം എന്നാണ് ഇതൊക്കെ പോകുന്നത്. ഈ ഒമിനെ കുറവായി ഷാഗിൽപ്പെട്ടതാണ്. അന്റെ ഇഖ്റാർ ഹാക്കിബ് ഷൈഇ, ഒരു വസ്തു കൊണ്ട് വിധികർത്താവ് സമ്മതിച്ചു, ആ സമ്മതിക്കല് ഇൻകാന അലാ ജിഹത്തിൽ ഹുക്മി, വിധി നടപ്പാക്കി അതേ വഴിയിലൂടെയാണ് മൂപ്പർ സമ്മതിക്കുന്നതെങ്കിൽ കാല ഹുക്കുമ, അത് വിധി തന്നെയായി. ഒരു കാര്യം വിധിച്ചു, ഇത് വിധിച്ചതുകൊണ്ട് സമ്മതിച്ച ഹുക്കുമായി. വഇല്ലം യകുൻ, ഇനി വിധിയുടെ വഴിയുടെ അല്ല സമ്മതിച്ചു, അതെങ്ങനെയാ ബിയങ്കാനവി മഅറദിൽ ഹികായാത്തി വൽ ഇഖ്ബാരി അൽ ഉമൂരി മുതഖദ്ദിമത്തി, മുമ്പ് പറഞ്ഞ ഏതൊരു കാര്യങ്ങളുണ്ടാവും, അത്തരം കാര്യം കുറിച്ചുള്ള ഒരു വർത്തമാനം പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഉദ്ധരണികളാണ്. ഈ പോസ്റ്റിലൂടെയാണ് ഹാക്കിം സമ്മതിച്ചതെങ്കിൽ അത് വിധിയൊഴിക്കൽ ഈ നൽകാം. എന്നാ പിന്നലയ്യക്കും ഹുക്കുമൻ, അത് വിധിയാകുമോ ഇല്ല. ആ കഥകൾ പറഞ്ഞതല്ലേ ഉള്ളൂ. ഖാലഖുർ റാഫി, ഇമാം റാഫി തങ്ങൾ അങ്ങനെ ഈ അവാഖിൽ ഇഖ്റാറി, ഇഖ്റാറിന്റെ ലാസ്റ്റ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇന്ന കാതി വിധിച്ചതിൽ വിധി പറയല്ലോ, ആ പറച്ചില് ഇയാൾ പറഞ്ഞ വിധിയാണോ? അല്ലാതെ ആ കാതിര് പറഞ്ഞ വിധി ഉദ്ധരിച്ചതേ ഉള്ളൂ, അതൊരു വിധിയാവില്ല. ഖാൽ അസ്നബിയും, ഇമാം അസ്നബി തങ്ങൾ പറയുന്നത് വഹാദ, ഈ പറഞ്ഞത് ഖവായിദുൽ മുഹിമ്മ, മുഖ്യമായ ഒരു കായിൽപ്പെട്ട, അതാർക്കും പെട്ടെന്ന് തിരിയില്ല. അവർ മുഖ്യമായ ഒരു കാര്യമാണ്, ഇത് മനസ്സിലാക്കേണ്ടതാണ് അർത്ഥം. എന്നിട്ട് ഖാല അസ്നബി ഇമാം പറയാ ഫൈദാ ശക്കക്കിന ബിദാലിക, അക്കാര്യത്തിൽ നമ്മൾ സംശയിച്ചാൽ ലം യകുൻ ഹുക്മ, അത് വിധിയാകുമല്ലേ ഇല്ല, സംശയം വന്നു. ഏതാണെന്നൊരു സംശയമാണ്, വിധിയല്ല. കാരണം എന്തുകൊണ്ട് അന്നൽ അസ്ല ബഖാവൽ ഇഖ്ബാർ, അത് അവരുടെ വർത്തമാനം പറഞ്ഞു എന്നതേ അവിടെ അസ്ലുള്ളൂ. അയ്മനാണ് ഇപ്പൊ നിലകൃതിയെന്ന് അടിസ്ഥാനം വെക്കുക. പിന്നെ അദ്മിനത്തിൽ ഇൻഷായ്, അങ്ങനെ ഒരു വിധി ഉണ്ടാക്കുക എന്നതിലേക്ക് ഉദ്ധരിക്കലുമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ പറയാനുള്ളത് അമിന്ന ഷാഗിൽപ്പെട്ടതാണ്. ലവ് അക്കറബി മാലിൻ അവ മാൻ അലീമിൻ അവ കസീനോ കെബീർ, സമ്പത്ത് അല്ലെങ്കിൽ വലിയ സമ്പത്ത് അല്ലെങ്കിൽ അധിക സമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയത്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സമ്മതിച്ചു കൊടുത്തു. എന്നാൽ ഖുബില തഫ്സീറുഹു, എന്നിട്ട് അവനെ വ്യാഖ്യാനിച്ചെന്താ വിമാ യുത്തമവ്വലൂന, ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും
വില നിശ്ചയിക്കപ്പെടാൻ പറ്റുന്ന ഒന്നെന്നാണ് ഉദ്ദേശം എന്നും വ്യാഖ്യാനിച്ചാൽ സ്വീകരിക്കാം. വയും അല്ലാത്ര കുറഞ്ഞാലും ശരിയില്ല. പല കാല ഇനി ഒരാൾ പറയാണ്, ലോഹോ ഇന്തി എന്റെ അടുക്ക് ചെയ്തിനുണ്ട്, ഷെയ്ഫും വി ഒമദിൻ ഉറയിട്ട വാളുണ്ട്, ഔസോബും വി സുന്ദൂക്കിൻ അല്ലെങ്കിൽ പെട്ടിയിലുള്ള വസ്ത്രമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ അവിടെ ഏതാ നിർബന്ധം? ലാ യൽസമുഹു, ഇങ്ങനെ പറഞ്ഞ വ്യക്തിക്ക് നിർബന്ധമല്ല അള്ളറുഫു പാത്രം കൊടുക്കൽ, അല്ലെങ്കിൽ ഒമദും വി ഷെയ്ഫുൻ വാളുള്ള ഉറ, ആ ഉറ കൊടുക്കലോ അല്ലെങ്കിൽ പെട്ടി കൊടുക്കലോ ഒന്നും നിർബന്ധമില്ല. അല്ലെങ്കിൽ സുന്ദൂക്കും വീസോബുൻ വസ്ത്രമുള്ളതായ പെട്ടി കൊടുക്കണോ വേണ്ട. പിന്നെന്ത് നിർബന്ധമാവുള്ളൂ? അതൊന്നും നിർബന്ധമല്ലല്ലോ. എന്നാൽ ലജിമോൻ നിർബന്ധം അള്ളറുവ് പാത പാത്രം മാത്രമേ കൊടുക്കാൻ നിർബന്ധമുള്ളൂ, മറ്റൊന്നും കൊടുക്കണ്ട. ഔ ഖാത്തമുൻ അല്ലെങ്കിൽ മോതിരം, ഫീഹി ഫസ്സുൻ അല്ലെങ്കിൽ പറഞ്ഞെന്താണ് മോതിരം കൊണ്ട് സംഭവിച്ചു, ഫീഹി ഫസ്സുൻ അതിലെന്താണ് പീഠം വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ മോതിരം എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ എൽജമുൽ ഫസ് കൊടുക്കണോ? മോതിരം കൊടുത്താൽ മതി, പീഠം കൊടുക്കണ്ട. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? ഓ അബിദിൻ അലാറേസി ഇമാമത്തുൻ തലേക്കെട്ടുള്ള ഒരു അടിമ, ഇത് സംബന്ധിച്ചു. എന്നാലും എൽജമുൽ ഇമാമത്തു തലപ്പാവ് കൊടുക്കുന്ന നിർബന്ധമില്ല, അടിമയെ കൊടുത്താൽ മതി. ഔദാബത്തിൻ വി ആഫിരിഹാനാലും അല്ലെങ്കിൽ ഒരു മൃഗം, ആ മൃഗത്തിന്റെ കുളമ്പിൽ ചെരുപ്പുണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ ജാരിയത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ട്, ഈ പത്തിന ഹംലുൻ അവളെ വയറ്റിൽ ഗർഭമുണ്ട്. അങ്ങനെയുള്ളതായ ഒരു അടിമ സ്ത്രീ അല്ലെങ്കിൽ ചെരുപ്പുള്ളതായിരിക്കുന്ന ഒരു മൃഗമാണ്. എന്നാൽ ഇവിടെ അല്ലെങ്കിൽ ഈ സമ്മതിച്ചാക്ക് നിർബന്ധമല്ല അന്ന ഒരു മൃഗത്തെ കൊടുക്കുമ്പോൾ ചെരുപ്പ് കൊടുക്കണ്ട, അൽഹംദ് ജാരിയത്തിന് കൊടുക്കുമ്പോൾ ഗർഭം കൊടുക്കണ്ടാണ്. ഇങ്ങനെയൊക്കെയാണ് വസ്ത്രം. ഇനി ഒരു അക്കറലൂബി അൽഫിൻ ഇന്നൊരാൾക്ക് 1000 കൊടുക്കാണ്ടെന്ന് ഇയാൾ സമ്മതിച്ചു, ജയ്ത് സമ്മതിക്കണം അമ്പിന് 1000 കൊടുക്കാണ്ട് സമ്മതിച്ചു. അല്ലെങ്കിൽ ആ അക്കറലൂബി അൽഫിൻ വി യോമിൻ ആഖറ തുമ്മ അക്കറലൂബി അൽഫിൻ വി യോമിൻ ആഖറ. അപ്പൊ ഇന്ന് പറഞ്ഞു ജയ്ദിന് 1000 കൊടുക്കാണ്ട് എന്ന് അമ്പ് പറയാണ്. പിന്നെ നാളെയും കഴിഞ്ഞ് മറ്റന്നാളും കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് ജയ്ദിന് അമ്പ് 1000 കൊടുക്കണം, വേറെ ദിവസം വന്നു. ഇങ്ങനെ വന്നാൽ 2 അൽഫുണ്ടാവും. അത് കൊടുക്കണം. ലജിബു അൽഫും പക്കത്ത് ഒരൽഫ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അൽഫിനോട് പറഞ്ഞിട്ടുള്ളൂ, കൊടുത്താൽ മതി. ഔബി അക്സറ അല്ലെങ്കിൽ അധികമുണ്ട് എന്നത് സംഭവിച്ചാലോ എന്നാ ദഹറൽ അക്കല്ലുബിൽ അക്സർ, ആ കുറഞ്ഞ സംഖ്യ അക്സറിന് കിടക്കാൻ മൊത്തം കൊടുത്താൽ മതി. പൂർവൽ കായികത്തിൽ കസീറത്തിന് നമ്മൾ ഇവിടെ സംസാരിച്ച കായിക, ഈ കായത് കുറച്ച് ശാഖയുണ്ട് പറഞ്ഞു. ഇനിയും അധികം ധാരാളം ശാഖയുണ്ട്, അത് പറയുന്നില്ല ഇനി അർത്ഥം. ഇനി തമ്പീകൾ ഒന്ന് ഉണർത്തിയാക്കട്ടെ, ഉണരുക. സുബിക്കിയോ ഇമാം സുബിക്കിയോട് ചോദിക്കപ്പെടുകയുണ്ടായി, അൻ ഇത്തിഫാഖിൽ അസ്ഹാബ് അല അന്ന മൻ ഖാലു അലയ്യ ദറാഹിമു. ഒരാൾ പറഞ്ഞു, അതപ്പോ ചെയ്ത് പറഞ്ഞു നിൽക്കുക, അമ്രിന് എന്റെ മേലിൽ കുറച്ച് നാണയമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ എൽസമു സലാസത്വൻ അവൻ എന്ത് കൊടുക്കണം? 3 കൊടുക്കുക നിർബന്ധമാണ്. എണ്ണം പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും 3 കൊടുക്കണം എന്നതിന്റെ മേൽ അസ്ഹാബ് യോജിച്ചിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ചാണ് സുബിക്കി ഇമാമിനോട് ചോദ്യം ചെയ്യപ്പെട്ടത്. ഫലം യഖുൽ ബിൽ ലുസൂമി ദിർഹമൈനി 2 ദിർഹം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ അങ്ങനെ പറഞ്ഞത്? അസ്ഹാബ് 3 ദിർഹം എന്നാണ് പറഞ്ഞത്. എന്തോടുകൂടെ അസ്ഹാബിന ഖാല, നമ്മുടെ ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ചില ആൾക്കാർ പറഞ്ഞത്, ഇന്ന അഖല്ലൽ ജംഇ ഇസ്നാനി, ജംഇൽ ഏറ്റവും ചുരുങ്ങിയ 2 എന്നാണ്. ഇവിടെ ദറാഹിം എന്ന ജമ്മല്ലേ, ആ ജമ്മ് പരിഗണിച്ചിട്ട് 3 എന്ന് പറഞ്ഞു. 2 കൊടുക്കുന്ന നിർബന്ധമെന്ന് പറഞ്ഞിട്ടില്ല. അസ്ഹാബിൽ ചിലർ പറഞ്ഞെന്താ ഏറ്റവും ചുരുങ്ങിയ ജമ്മ് 2, അതെന്താ പറയാത്തത് എന്ന് ചോദിച്ചത്. വൈകാരൻ മഷ്കൂർ അന്നവു സലാസത്തുൻ, ജമ്മിൽ മഷ്കൂർ കിടക്കുന്ന ചുരുങ്ങിയ 3 എന്നാലും ഫലിമല ഖീലബിൽ ഉസൂമി ദിർഹമൈനി, ഇങ്ങനെയായിരിക്കട്ടെ അല ഇലൽ ഖൗലൈനി, 2 അഭിപ്രായം ഇവിടെ പറഞ്ഞു. ഈ 2 അഭിപ്രായ പ്രകാരം നോക്കുമ്പോഴും 2 ദിർഹം ലാസിമാണ് എന്നതുകൊണ്ട് എന്തുകൊണ്ട് പറയപ്പെട്ടില്ല? ജവാസി ഐ യകൂന തദവ്വുൻ, ഇവിടെ ഒരു മജാദ് പ്രയോഗം നടത്താം. ആ മജാദ് അർത്ഥം എന്താണ്? ജവാസാണ് എന്നതുകൊണ്ട്. അത്തിലക്കൽ ജം അലസ്നൈനി, അങ്ങനെ എന്താക്കി ജംഇനെ 2ന്റെ മേൽ എന്താക്കി ഇത്തിലാക്കാകുകയും ചെയ്തു. ഇങ്ങനെ ജവാസാണ് എന്ന് പറഞ്ഞ 2 കൗലുണ്ട്.
ആ 2 കൗലെടുത്താൽ തന്നെയും 2 ദിർഹം നിസാമിന് ലുസൂമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഫൈനദാലിക മജാസുൻ സാഹിബുൽ ബിൽ ഇത്തിഫാഖിൽ ഖായിലിന ബിൽ മൻഇ മഅനൽ ഇഖ്റാർ മബ്നി അൽ യഖീൻ. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ യഖീനിന് മേൽ എടുക്കപ്പെട്ടതാണ് എന്നതോടുകൂടി തന്നെ അവിടെ എന്താണ് മൻഉ കൊണ്ട് മടങ്ങാൻ പറ്റുക തന്നെ. ആ മൻഉ കൊണ്ട് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് യോജിപ്പ് പറയട്ടെ, ഇത് വ്യാപകമായി വെക്കുന്നൊരു മജാദല്ലേ എന്നിരിക്കെ ലഹു അലയ്യ തറാങ്ങുന്നതിനോടത്ത് 3 എന്തുകൊണ്ട് പറഞ്ഞു നമ്മൾ ചോദ്യം സുബിക്കി ഇമാമിനോട്. അപ്പൊ സുബിക്കി ഇമാം ചോദ്യത്തിന് ഉത്തരം പറയുന്നു, അന്നൽ ഇഖ്റാർ എന്ന് പറയുന്ന സാധനം ഇന്നമാ യുഹ്മലു അലൽ ഹഖീഖത്തി, അത് യഥാർത്ഥത്തിന്റെ മേൽ ചുമത്തപ്പെടും. പിന്നെ ഇഹ്തിമാൽ മജാദ്, ഇവിടെ മജാദ് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. ആ ഇഹ്തിമാൽ ലാ യഖ്ബൽ ഹംല അലൈഹി, അത് മജാദിന്റെ മേൽ ചുമത്തലിനെ തൊടുന്നില്ലതാനും. അപ്പൊ ഇവിടെ എന്താണ് ഹഖീഖത്തിന്റെ മേൽ തന്നെ ചുമത്തുന്നത്? കാരണം ലോ ഫതഹ ഹാദൽ ബാബ് അല്ലെങ്കിൽ ലോ ഫുതിഹ ഹാദൽ ബാബ്, ഈ മജാദിന്റെ സാധ്യത മജാദിന് ചുമത്തൂല എന്നല്ല, ചുമത്തല് തേടുമെന്ന വാതിൽ വന്നാൽ അത് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ലം യതമസ്സക് ബിഇഖ്റാരി, ആ പിന്നെ ഇഖ്റാർ കൊണ്ട് പിടിക്കാൻ പറ്റില്ല, അങ്ങനെ കുഴപ്പം വരുന്നു. അപ്പൊ ഹഖീഖത്തിന് ചുമത്താം. ഫഖദ് ഖാല അർവിയും, ഇമാം അർവി തങ്ങൾ പറഞ്ഞത് ഇന്ന അസ്ല ഹാദ, ഇവിടെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാനം മഖാലു ഷാഫിഈ, ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതിന് മുമ്പ് അത് തന്നെയാണ്. ഇന്നഹു യൽസമുൽ ഇഖ്റാർ ബിൽ യഖീനി, യഖീൻ കൊണ്ടുള്ള ഇഖ്റാറിൽ എന്താണ് ലാസിമാണത്. വല്ലാഹിൽ മഅലൂം, അറിയപ്പെടുന്ന ലാഹിർ എന്താണോ ആ ലാഹിർ കൊണ്ടും ഇഖ്റാർ വരുമ്പോ അത് ലാസിമ ഇത് തന്നെയാണ് എന്നാണ്. വഹുവൽ ലന്നു ഖവി, അതാണെങ്കിലോ ഖവിയായ നന്നാണ്. ഫലാ യൽസമു മുജറദുൽ ലന്ന്, ലന്ന് മാത്രം ഉണ്ടായതുകൊണ്ട് ലാസിമാകുമോ? ഇല്ല. അതാണ് യഖീൻ കൊണ്ട് പറഞ്ഞത്. കമാലാ യൽസമു ഹാലി ശക്ക്, സംശയത്തിന്റെ അവസരത്തിൽ ലാസിമാവുമല്ലോ എന്നതുപോലെ. എന്താ കാരണം? ഇതിൽ അസ്ല് ബറാദു ദിമ്മത്തി, ദിമ്മത്ത് ഉത്തരവാദിത്വം ഒഴിവാക്കി കിട്ടണം, അതല്ലേ അസല്. അവൻ നോക്കുമ്പോ അതല്ലേ വേണ്ടത്. ആദിഹി ഇബാറത്തു, ഇതാണ് സുബിക്കി ഇമാമിന്റെ ഇബാറത്ത്. അല്ല, അറബിയുടെ ഇബാറത്ത്. ഇത് പറയുന്നു ഹാദൽ ഖാലു അറബിയും, അറബിമ പറഞ്ഞ ഇത് സഗീഖാണ് താനും. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഇഹ്തിമാലു ഇറാത്തിൽ മജാസ് ദൂന ശക്കി, സംശയം ഇല്ലാതെ മജാസിനെ ഉദ്ദേശിക്കുക എന്ന ഇഹ്തിമാല് അന്നഹു വഹ്മുൻ, അത് ഊഹനയാണ്. വകൈഫ യുഅ്മലു ബിഹി, പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ആ മജാസിന് അമൽ ചെയ്യപ്പെടാൻ കഴിയൂല. ബൽ എങ്കിലും ലൗ ഖാല, ഈ പറഞ്ഞാൽ പറയാണ് അറത്തു ബി ഖൗലി ദറാഹിമ, എന്റെ ദിർഹമുകളുണ്ട് എന്ന് പറഞ്ഞ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ദിർഹമൈനി, 2 ദിർഹമാണെന്ന് പറഞ്ഞു വെക്കുക. ലാ യഖ്ബല, വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇതെന്താ ചെയ്യണം? ലാക്കിൻ ലഹു തഹ്ലീബു ഗരീമിഹി, അവന് കടം കിട്ടാനുള്ള ആളുണ്ടാവും, അയാളെ സത്യം ചെയ്യിപ്പിച്ച് പറയണം ശരിയാവല്ലേ, അങ്ങനെ പറ്റുള്ളൂ. പിന്നെ കൗൽ ഇഖ്റാർ മബ്നി അൽ യഖീനി, ഉറപ്പിന്റെ മേലിലാണല്ലോ ഇഖ്റാർ എടുക്കുക എന്നുള്ളത്. ലാ യഖ്ദു ബിയാദ, അത് ഈ പറഞ്ഞോടത്ത് എന്തായാലും മോശമുള്ളതാണ്. കാരണം അന്നഹാദാ യഖീൻ, ഈ പറഞ്ഞത് ഉറപ്പല്ലേ. ഫൈനഹു മൗദൂഉൻ ലഹു ലുഗതൻ, ആ യഖീന് വേണ്ടി വെക്കപ്പെട്ടതുമാണല്ലോ ഈ പദം ഭാഷാപരമായിട്ട്, അതിന് കുഴപ്പമില്ല. വലൈസൽ മുറാദു ബിൽ യഖീൻ, ഇവിടെ യഖീൻ എന്ന് പറയുന്ന ഉദ്ദേശം ഖത്തു ഉറപ്പിക്കുക എന്നല്ല. വലൗരീദുൽ ഖത്തു, ഖത്ത് എന്ന് ഉദ്ദേശിക്കപ്പെടുകയാണെങ്കിൽ ഫഖദ് തഖദ്ദമ ബി കലാമിൽ അറബി, അറബി വാവിന്റെ കലാമിൽ മുന്തിക്കഴിഞ്ഞു. അന്നോ യഖുദു ബിൽ യഖീനി എന്നൊരു ഖവി, ശക്തമായ നന്മ യഖീൻ ഇതുകൊണ്ട് പിടിക്കാം എന്നുള്ളത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അബ്ദുൽ മജാദി, മജാദിന്റെ മേലെ ഇവിടെ ചുമത്താന്ന് വെച്ചു. അത് ഇന്നമായൊക്കെ കരീനത്തിൽ വല്ല കരീനത്തും വേണം, അപ്പോഴേ പറ്റുള്ളൂ. അമ്മാബി കരീനത്തിൽ, അവർ കരീനത്തും ഇല്ലാന്ന് വെക്കുക. നവലയുഹ്മലു അൽ ഹഖീഖത്തി ഖത്തൻ, അപ്പൊ ഈ പറഞ്ഞ പദം തറാഹിം എന്ന പദത്തെ ഹഖീഖത്തിന് ചുമത്തിയിട്ട് പറയാം. ആ ഹഖീഖത്തിന് ചുമത്തുമ്പോ എന്തായി? 3 തന്നെ വെക്കണമല്ലോ. വഹാദാഹുൽ മുറാദു ബിൽ യഖീൻ, അതാണ് ഇപ്പൊ ഇവിടെ യഖീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കിവിടെ കഴിഞ്ഞു.